ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ പറയാനുള്ളത്, കരിമണൽ കൊള്ളയുടെ പാർട്ട് 2 രണ്ടാം ഭാഗമാണ് ബഡ്ജറ്റിലൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ തീരദേശം നമ്മൾ എടുത്തു പറയേണ്ടത് കരിമണൽ കൊണ്ട് സമ്പന്നമാണ്. ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ ഉള്ള സ്വത്തിനേക്കാൾ, പ്രത്യേകിച്ച് മിനറൽസ് സ്വത്തിനേക്കാൾ കൂടുതൽ കേരളത്തിൻ്റെ തീരദേശത്ത് ആ വലിയ സ്വത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. കരിമണൽ കൊള്ളയുമായി ബന്ധപ്പെട്ട് CMRL എക്സാലോജിക് കേസ് ആരംഭിച്ചപ്പോൾ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിനും സംസ്ഥാന സർക്കാരിനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും നിരവധി ഹർജികൾ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട വിഷയം 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഉത്തരവ് പ്രകാരം, മാർച്ച് 1, 2019 ഉണ്ടായ ഈ ഉത്തരവ് പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ സർക്കാർ ഏജൻസികൾക്കോ അല്ലാതെ മറ്റാർക്കും ഖനന അനുമതി ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം ഒന്ന് നിയമവിരുദ്ധമാണ്, മാത്രമല്ല മറ്റാരെയോ സഹായിക്കാൻ വേണ്ടിയുള്ള അടുത്ത CMRLനെ സൃഷ്ടിക്കുവാനുള്ള ഗൂഢലക്ഷ്യമാണ്. കേരള തീരത്തെ ഈ വലിയ സമ്പത്തിനെ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി മാറി മാറി വന്നിട്ടുള്ള ഇടത് വലത് മുന്നണികൾ കൃത്യമായി കൊള്ളയടിക്കുന്നു. ആ കൊള്ളയടിച്ചതിൻ്റെ വീതം പറ്റിയതിൻ്റെ കേസാണ് ഇപ്പോൾ മാസപ്പടി ഇനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ദേശസുരക്ഷയെ ബാധിക്കുന്നൊരു വിഷയമാണ്. ചില മേഖലയിൽ പ്രൈവറ്റൈസ് ചെയ്യണം. അപ്പോൾ പ്രൈവറ്റൈസേഷൻ മുഴുവൻ, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെ മുഴുവൻ മോശമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന പഴയ വീഞ്ഞ് VD സതീശൻ എന്ന് പറയുന്ന പുതിയ കുപ്പിയിൽ വിളമ്പിയതൊഴിച്ചാൽ മദ്യനയത്തിൽ VD സതീശൻ പറഞ്ഞെന്താണ്? ഇതേ കരിമണൽ കൊള്ളയിലെ കാര്യത്തിൽ VD സതീശൻ പറഞ്ഞെന്താണ്? അപ്പോൾ അത് അതേപടി തുടരുന്നു. മാത്രമല്ല, ഈ മദ്യനയത്തിൻ്റെ പുറകിൽ ആരാണ്? വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയും ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യവും, ഞാനത് ആരോപണമായിട്ട് വിളിക്കാം, നിങ്ങളൊന്ന് പഠിച്ചാൽ മതി, നിങ്ങൾക്കറിയാം, മനസ്സിലായില്ലേ? അതിനകത്തൊക്കെ ഇതൊക്കെ പുറത്തു വരും, പേടിക്കണ്ട.